വാർത്തയിലേക്ക് വിശുദ്ധ വാരത്തിന് തുടക്കമിട്ട് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നുവരുന്നു. സിറോ മലബാർ സഭയിൽ ഇന്നു മുതൽ ഏകീകൃത കുർബാനയാണ് അർപ്പിക്കുന്നത്. കുർബാന ഏകീകരണത്തിനെതിരായ പ്രതിഷേധം കണക്കിലെടുത്ത് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പോലീസ് സുരക്ഷയിലാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പള്ളിയിലെത്തിയത്. സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്ന് ഡാനി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരും. ഡാനി, അവിടെ കുർബാന അർപ്പണം പൂർത്തിയായോ? ഇപ്പോൾ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു വരികയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? ദിവ്യ, ഇപ്പോൾ കുർബാന നടക്കുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രസംഗമധ്യേ ഇപ്പോഴുള്ളൊരു സാഹചര്യം സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. കുർബാന ഏകീകൃത കുർബാന അടക്കമുള്ള കാര്യങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം ഇപ്പോൾ കുർബാന മധ്യേ അദ്ദേഹം നടത്തി വരികയാണ്. കഴിഞ്ഞ സിനഡൽ സമ്മേളനത്തിന് ശേഷം പുറപ്പെടുവിച്ച സർക്കുലർ ഇപ്പോൾ ഫാദർ ജെയിംസ് പുലിയുറുമ്പിൽ വായിക്കുന്നതാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. സർക്കുലർ നമ്പർ 05/2022 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, ആത്മായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളായ പീഡാനുഭവവും മരണവും ഉത്ഥാനവും നമ്മുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകവിധം വിഷയമാക്കുന്ന വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി 2022 മാർച്ച് 25 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പിതൃസഹജമായ സമീപനത്തോടെ നൽകിയ കത്തിൽ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് താഴ്ത്തപ്പെടലിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കയ്പ് നിറഞ്ഞ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്ന കർത്താവിനെ കൂടുതൽ ആധികാരികതയോടെയും ഉത്തരവാദിത്തോടെയും അനുഗമിക്കാൻ ഈ വിശുദ്ധ കാലത്ത് നമ്മയെല്ലാം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഈ വലിയ ആഴ്ച കൂടുതൽ അനുഗ്രഹപ്രദമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനുള്ള സിനഡിൻ്റെ തീരുമാനം 2021 നവംബർ 28 നിലവിൽ വന്നതാണ്. 34 രൂപതകളിലും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷനിലും സഭയുടെ ഔദ്യോഗികമായ വിശുദ്ധ കുർബാന അർപ്പണ രീതി പ്രായോഗികമായി നടപ്പിലായി കഴിഞ്ഞു. നമ്മുടെ അതിരൂപതയിൽ സിനഡിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ചില തടസ്സങ്ങൾ നിലനിന്നത് ഏവർക്കും അറിവുള്ളതാണ്. അതേസമയം അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് തന്നെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സിനഡിൻ്റെ തീരുമാനമനുസരിച്ച് നടപ്പിലാക്കണമെന്ന് പരിശുദ്ധ പിതാവും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയവും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സിനഡ് നിശ്ചയിച്ച പ്രകാരം വിശുദ്ധ കുർബാന ആഘോഷത്തിൻ്റെ രൂപം എങ്ങനെയാകണമെന്ന സിനഡിൻ്റെ തീരുമാനം 2022 ഈസ്റ്ററിന് മുൻപായി താമസമിന നടപ്പാക്കാൻ പിതൃസവിശേഷമായി ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നാണ് പരിശുദ്ധ പിതാവ് നമ്മോട് സസ്നേഹം ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത പാരമ്പര്യങ്ങളും മുറുകെ പിടിച്ച എല്ലാവരും ത്യാഗപൂർവ്വം അവരവരുടെ ആരാധനാരീതികളിൽ നിന്ന് ഒരു ചുവട് പിന്നോട്ട് വെച്ചുകൊണ്ട് ഡാനി അവിടെ നിന്ന് ചേരുന്നുണ്ട്, സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്ന്. ഡാനി,
എന്താണ് ഇപ്പോൾ അവിടെ നടന്നു വരുന്ന ചടങ്ങുകൾ? ഈ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട വിശ്വാസികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം പറയേണ്ടത് ആന്റണി കരിയിൽ, ബിഷപ്പ് ആന്റണി കരിയിൽ ഇതിലുള്ള അഭിപ്രായ ഭിന്നത തുറന്നു കാണിച്ചുകൊണ്ട് ഇന്നത്തെ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? ദിവ്യ, ഇന്ന് ഓശാന ഞായർ ദിവസം സിറോ മലബാർ സഭയിൽ ഏകീകരിച്ച കുർബാനാക്രമം നിലവിൽ വരുന്നു. അത് സംബന്ധിച്ച് സർക്കുലർ നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഈ സർക്കുലറാണ് ഇപ്പോൾ ദേവാലയത്തിനകത്ത് കർദിനാളിൻ്റെ നിർദ്ദേശപ്രകാരം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ ഇന്ന് മുഴുവൻ ദേവാലയങ്ങളിൽ, അതായത് സിറോ മലബാർ സഭയുടെ കീഴിലുള്ള മുഴുവൻ ഇടങ്ങളിലും അത് വായിക്കണം. ഇന്നു മുതൽ ഏകീകരിച്ച കുർബാന, അതായത് സിനഡ് നിർദ്ദേശിച്ച കുർബാനാക്രമം നിലവിൽ വരണമെന്നാണ് നിർദ്ദേശമുള്ളത്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയൊരു വിഭാഗം വൈദികരും അവരെ അനുകൂലിക്കുന്ന വിശ്വാസികളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് അത്തരമൊരു കുർബാനാക്രമം, ഏകീകരിച്ച കുർബാനാക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണ്ണമായി നടപ്പിൽ വരുത്താൻ കഴിഞ്ഞു എന്നതിൽ ഇപ്പോഴും സംശയം നിലവിലുണ്ട്. എന്തായാലും ഇതാദ്യമായാണ് സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ, സിറോ മലബാർ സഭയുടെ ഒരു ആസ്ഥാന ദേവാലയം എന്ന് വിശേഷിപ്പിക്കാവുന്ന സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ ഇതാദ്യമായാണ് ഏകീകരിച്ച കുർബാന നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ 25 അന്ന് നിലവിൽ വരണമെന്ന് പറയുകയും അനുശാസിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അന്ന് ഇവിടെയൊന്നും അത് ചൊല്ലുവാൻ പ്രതിഷേധം മൂലം നടന്നിരുന്നില്ല. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അന്ന് കുർബാന അർപ്പിച്ചത് അദ്ദേഹം ഉള്ള സെൻറ്റ് തോമസ് മൗണ്ടിലെ ചാപ്പലിലായിരുന്നു. അവിടെ മാത്രമായി അത് ഒതുങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ വിശ്വാസികൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. വിശ്വാസികളിൽ സാധാരണ രീതിയിൽ വലിയ രീതിയിൽ ഒരു തിരക്കുണ്ടാവുന്നിടമാണ്. പക്ഷേ ഇന്ന് കുറച്ചെങ്കിലും വിശ്വാസികൾ അതിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഏകീകരിച്ച കുർബാനാക്രമം ഇവിടെ അർപ്പിക്കപ്പെടുകയാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തന്നെ അതിന് നേതൃത്വം നൽകുന്നു. പക്ഷേ നേരത്തെ സർക്കുലറിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ചടങ്ങിന് ഒപ്പം സഹകാർമ്മികനായി ഉണ്ടാകേണ്ടിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ ആന്റണി കരിയിലായിരുന്നു. അദ്ദേഹം ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അനാരോഗ്യമെന്നാണ് അറിയിച്ചിരിക്കുന്നതെങ്കിലും ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഡിസംബർ 25 ഈ വർഷം ക്രിസ്തുമസ് ദിനത്തിൽ മാത്രമായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകരിച്ച കുർബാന നിലവിൽ വരുമെന്ന് അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. പക്ഷേ അടിയന്തര സിനഡ് ചേർന്നുകൊണ്ട് അത് അസാധുവാക്കുകയും ഇന്നു മുതൽ ഇത് അടിയന്തരമായി തന്നെ നിലവിൽ വരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ആ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം വിട്ടുനിൽക്കുന്നതിന് അതിനോട് ചേർത്ത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഇവിടെ കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇവിടെ ഓശാന ഞായർ ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ ബിഷപ്പ് ഹൗസിൽ നിന്ന്, അതായത് സെൻറ്റ് തോമസ് മൗണ്ടിൽ നിന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി എത്തുന്നത് വലിയ പോലീസ് സുരക്ഷയോടുകൂടിയാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ പരിസരവുമെല്ലാം തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ നൂറുകണക്കിന് പോലീസിനെ വിന്യസിച്ചിരുന്നു. മഫ്റ്റിയിലടക്കം പോലീസിനെ വിന്യസിച്ചിരുന്നു. ഏകീകൃത കുർബാനയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അത്. എന്തായാലും ഇതുവരെ അനിഷ്ട സംഭവം കൊച്ചി സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കണ്ണൂരിൽ ഇന്ന് കൊടിയിറക്കം. രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്. CPM പാർട്ടി കോൺഗ്രസിന് ഇന്ന് സമാപനം. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയാൻ രാവിലെ 9:30 കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. കേന്ദ്ര നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ചർച്ചയിൽ ഉയർന്നത്. 11 മണിക്ക് ചർച്ചയ്ക്ക് സീതാറാം യെച്ചൂരി മറുപടി പറയും. തുടർന്ന് പുതിയ കമ്മിറ്റിയെയും കൺട്രോൾ കമ്മീഷന്റെയും തെരഞ്ഞെടുപ്പ് നടക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. TG സജിത്ത് വിശദാംശങ്ങൾ നൽകും. സജിത്ത്, ഇന്ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തോടെ പാർട്ടി കോൺഗ്രസിന് സമാപനമാവുകയാണ്. എന്തായാലും ഒട്ടേറെ വാർത്തകളിലും വിവാദങ്ങളിലൂടെയും ശ്രദ്ധ നേടിയിരുന്നു പാർട്ടി കോൺഗ്രസ്. ഏറ്റവും ഒടുവിൽ ഇന്ന് കേന്ദ്ര നേതൃത്വത്തിനെതിരായ രൂക്ഷ വിമർശനം, അത് ചർച്ചയ്ക്ക് വരുന്നു. സീതാറാം യെച്ചൂരി മറുപടി പറയുന്നു. പുതിയ കമ്മിറ്റിയെയും ഇന്ന് തെരഞ്ഞെടുക്കും. ആരൊക്കെ കമ്മിറ്റിയിൽ ഇടം പിടിക്കും? യുവാക്കൾക്കടക്കം പ്രാധാന്യം ലഭിക്കാനാണോ സാധ്യത? CPM-ന്റെ സംഘടനാ ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു പാർട്ടി കോൺഗ്രസിന് ഇന്ന് കൊടിയിറങ്ങുകയാണ്. 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ഇന്ന് സമാപിക്കുന്നു. കണ്ണൂർ ആ ക്ഷേത്രത്തിൽ തന്നെ ചെങ്കടലാവുന്ന സാഹചര്യമാണ്. കാരണം കുറേ ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തമാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്നു മുതൽ അത് വളരെ രീതിയിലുള്ള പ്രവർത്തകർ എത്തിച്ചേരും. എന്തായാലും സംഘടനാ നടപടികൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ്.
ഇന്നലെയും കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ജനറൽ സെക്രട്ടറിയുടെ മറുപടി ഇന്നുണ്ടാകും. മറുപടി നൽകുന്നതിന് മുമ്പായി തന്നെ കേന്ദ്ര കമ്മിറ്റി പ്രത്യേക യോഗം ചേരും. ഈ മറുപടി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി അതിനുശേഷം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറുപടി പറയുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ്, പോളിറ്റ് ബ്യൂറോയുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണുള്ളത്. സീതാറാം യെച്ചൂരി തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. പക്ഷേ പോളിറ്റ് ബ്യൂറോയിൽ പുതിയ അംഗങ്ങൾ ആരൊക്കെ, കേന്ദ്ര കമ്മിറ്റിയിലെ പുതിയ അംഗങ്ങൾ ആരൊക്കെ എന്ന പ്രധാനപ്പെട്ട ആകാംക്ഷ ഉയർത്തുന്ന കാര്യമുണ്ട്. കാരണം കേരളം പോലെ സംഘടനാ തലത്തിൽ കൂടുതൽ ശക്തമായ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടും അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും പുതിയതായി പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത് ആര് എന്ന് തുടങ്ങിയ പ്രധാനപ്പെട്ട ആകാംക്ഷ ഉയർത്തുന്ന കാര്യങ്ങൾ. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തത ഉണ്ടാകാൻ കുറച്ച് സമയത്തെ കാത്തിരിപ്പ് കൂടിയുള്ളൂ. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് പൊതുസമ്മേളനം നടക്കുന്നത്. ഈ പാർട്ടി കോൺഗ്രസ് പൂർത്തിയായതിനു ശേഷം പ്രതിനിധികളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം ഈ പ്രതിനിധി സമ്മേളനം നടന്ന നയനാർ അക്കാഡമിയിൽ നിന്നും അവർ പ്രകടനമായി തന്നെ ഈ പൊതുസമ്മേളന വേദിയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ റെഡ് വാളണ്ടിയർ മാർച്ചുണ്ട്. ഇത്തരത്തിലാണ് പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. എന്തായാലും CPM-ന്റെ സംഘടനാ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു പാർട്ടി കോൺഗ്രസിന് കണ്ണൂരിൽ ഇന്ന് കൊടിയിറങ്ങുകയാണ്. ദേശീയ തലത്തിൽ BJP എതിരിടാനുള്ള സംഘടനാശേഷി എങ്ങനെ ആർജിക്കാം, പഴയ പ്രഭാവകാലത്തേക്ക് എങ്ങനെ തിരിച്ചെത്താം, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അടക്കമുള്ള സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള പുതിയ നീക്കങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള ഒക്കെ പ്രഖ്യാപനം വൈകിട്ടത്തെ സീതാറാം യെച്ചൂരിയുടെ വാർത്താ സമ്മേളനത്തിലും ഉണ്ടാകും. ശരി, PG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടതുപാളയത്തിലെത്തിയ KV തോമസിന് CPM നൽകുന്ന പരിഗണന എന്തായിരിക്കും? ഭാവി രാഷ്ട്രീയം സംബന്ധിച്ച് KV തോമസിന് മുഖ്യമന്ത്രി കൃത്യമായ ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ഇതിനിടെ KV തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഹൈക്കമാൻഡ് തീരുമാനം ഇന്നുണ്ടാകും. കോൺഗ്രസിൽ അനുയായികൾ ഏറെയൊന്നുമില്ലെങ്കിലും ക്രൈസ്തവ സഭാ നേതൃത്വവുമായി KV തോമസിനുള്ള അടുത്ത ബന്ധമാണ് CPM-നെ ആകർഷിച്ചത്. ലത്തീൻ സഭാ നേതൃത്വവുമായുള്ള ബന്ധം വഴി CPM ദീർഘകാല രാഷ്ട്രീയ സാധ്യതകളാണ് തേടുന്നത്. പരമ്പരാഗതമായി കോൺഗ്രസുമായി അടുത്തു നിൽക്കുന്ന ലത്തീൻ സഭാ നേതൃത്വവുമായി KV തോമസ് വഴി പുതിയ ബന്ധം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. വരാനിരിക്കുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നിവയിലെല്ലാം ഇതിന്റെ പ്രതിഫലനം CPM ലക്ഷ്യമിടുന്നു. എറണാകുളം ജില്ലയിൽ മാത്രമല്ല, ലത്തീൻ സഭയ്ക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തും വടക്കൻ ജില്ലകളിലും പുതിയ രാഷ്ട്രീയ സാധ്യതയാണ് ഇതുവഴി CPM തേടുന്നത്. സർക്കാർ വിരുദ്ധ സമരങ്ങളെ സമുദായ നേതൃത്വങ്ങളുടെ പിന്തുണയോടെ മറികടക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. CPM സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷവും കണ്ണൂരിൽ തുടരുന്ന KV തോമസ് ഇന്ന് കണ്ണൂർ ബിഷപ്പുമായി ചർച്ച നടത്തും. ഇതിനിടെ പാർട്ടി വിലക്ക് ലംഘിച്ച KV തോമസിനെതിരായ നടപടിക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. KPCC അധ്യക്ഷൻ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചേക്കും. BJP വിരുദ്ധ സെമിനാറിൽ പങ്കെടുത്തതിന്റെ പേരിൽ പുറത്താക്കിയെന്ന പ്രചരണം KV തോമസും CPM കേന്ദ്രങ്ങളും ഉയർത്തിവിട്ടേക്കാം. KV തോമസിന് വീരപരിവേഷം നൽകാതിരിക്കാനുള്ള ജാഗ്രത KPCC നേതൃത്വം പുലർത്തുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. വാർത്തയിലേക്ക്. കേരളത്തിൽ നിന്നും ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഉച്ചയ്ക്ക് ശേഷം മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസം വരെ ഇതേ രീതി തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മിന്നലിനൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വിഷു പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് മേൽശാന്തി N. പരമേശ്വരൻ നമ്പൂതിരി നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കും. നാളെ മുതലാണ് തീർത്ഥാടകരെ ദർശനത്തിനായി അനുവദിക്കുക. വിഷു ദിവസമായ 15-ന് പുലർച്ചെ വിഷുക്കണി ആദ്യം അയ്യപ്പനെ കണി കാണിക്കും. പിന്നീടാണ് തീർത്ഥാടകർക്ക് വിഷുക്കണി ദർശനം അനുവദിക്കുക. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടി കാവ്യ മാധവൻ മാത്രമാണെന്ന വെളിപ്പെടുത്തലുകൾ വിശ്വാസത്തിലെടുക്കാതെ അന്വേഷണ സംഘം. സംഭവത്തിൽ ദിലീപിനും തുല്യ പങ്കാളിത്തമുണ്ടെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. ദിലീപിന്റെയും സുരാജിന്റെയും ഫോണുകളിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖകൾ ആസൂത്രിതമാണെന്ന സംശയവും പോലീസിനുണ്ട്. കാവ്യ മാധവനെ നാളെ എവിടെ ചോദിച്ചാണ് ചോദ്യം ചെയ്യുകയെന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇന്ന് തീരുമാനമെടുക്കും. ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടല്ല, വേറെ പെണ്ണവനെ അനുഭവിക്കണ്ടായിരുന്നു. അത് അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ ശിക്ഷിക്കപ്പെട്ടു. ഇത് വേറെ പെണ്ണ് അനുഭവിക്കേണ്ട ശിക്ഷയെന്ന കേസിനെ കുറിച്ച് സുഹൃത്ത് ബൈജു ചെങ്ങമനാടിനോട് ദിലീപ് പറയുന്ന ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് സഹോദരി ഭർത്താവ് സുരാജും ദിലീപ് നടത്തുന്ന സംഭാഷണത്തിലും കാവ്യയുടെ പേര് പരാമർശിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ശരിക്കും കാവ്യയെ കൊടുക്കാൻ വേണ്ടി അവരെ കൂട്ടുകാരികളെല്ലാം കൂടെ നിന്ന് പണിയെടുത്തപ്പോൾ തിരിച്ച് എവർക്കൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത സാധനമാണ്. അതിൽ ചേട്ടന്റെ സംഭവമില്ല. ഈ വന്ന മറ്റേ ജയിലിൽ നിന്ന് വന്ന കോളില്ലേ,
ആ കോള് നാദൃശ്യം എടുത്തതിന് ശേഷം മാത്രമാണ് ചേട്ടനിലേക്ക് തിരിയുന്നത്. ഇല്ലെങ്കിൽ കാവ്യ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. കാവ്യയെ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്ഥാനത്ത് ചേട്ടനെ അങ്ങോട്ട് കയറി ഏറ്റുപിടിച്ചത്. ദിലീപിന്റെ കുറ്റം മറച്ചുവെക്കുന്നതിനും അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കാനുമായാവാം ഈ സംഭാഷണങ്ങളെന്നാണ് പോലീസിന്റെ കണക്കൂട്ടൽ. സംഭവത്തിന് ശേഷം പൾസർ സുനിയും വിജീഷും ആദ്യമെത്തിയത് കാവ്യയുടെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യയിലായിരുന്നു. ഇക്കാര്യം മുൻ ജീവനക്കാരൻ സാഗർ വിൻസെന്റ് മൊഴി നൽകിയിരുന്നു. പിന്നീട് ഇയാൾ കൂറുമാറി. കാവ്യയുടെ ഡ്രൈവറും സാഗറും തമ്മിൽ നിരന്തരം ഫോൺ വിളികൾ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തി. ഇരയായ നടിയോട് വൈരാഗ്യമുണ്ടാവാനുള്ള കാരണം ദിലീപ് സിനിമാ മേഖലയിലെ പലരോടും വെളിപ്പെടുത്തിയിരുന്നു. നാളെ രാവിലെ കാവ്യയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. സ്ഥലത്തെത്താനായി സംവിധായകൻ ബാലചന്ദ്രകുമാറിനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. MSP സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥൻ മുബഷീർ നാടുവിട്ടത് കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്നെന്ന് ഭാര്യ ഷാഹിന. ബറ്റാലിയനിലെ ചില നടപടികൾ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഉന്നത ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. നാടുവിടുന്നതിന് മുൻപെഴുതിയ കത്തിലും ക്യാമ്പിൽ നേരിട്ട പീഡനങ്ങൾ മുബഷീർ വ്യക്തമാക്കിയിരുന്നു. മലപ്പുറത്തെ അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് ഗ്രൂപ്പ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ മുബഷീർ കാണാതാവുന്നതിന് മുൻപ് ഒരു കത്തെഴുതിയിരുന്നു. ഒരു പോലീസുകാരന്റെ നിസ്സഹായത എന്ന പേരിൽ എഴുതിയ കത്തിൽ ക്യാമ്പിൽ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രതികാര നടപടികളും മാനസിക പീഡനവുമാണ് ഇദ്ദേഹം നാടുവിടാൻ കാരണമെന്ന് ഭാര്യ ഷാഹിനെ ആരോപിച്ചു. ക്യാമ്പിൽ കട്ടൻ ചായ നിർത്തലാക്കിയ നടപടി ചോദ്യം ചെയ്തതു മുതൽ ലീവ് അനുവദിക്കാത്തതുവരെയുള്ള കാര്യങ്ങൾ മുബഷീർ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇവര് ക്യാമ്പിൽ നിന്നപ്പോൾ മേലുദ്യോഗസ്ഥന്റെ അടുത്തുനിന്ന് ഭയങ്കരമായിട്ട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സാറ് ഇതിനു മുന്നേയും ഒരുപാട് പേർക്ക് ഈ പ്രതികാര നടപടികൾ അയാൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇവരെ പാലക്കാടിലേക്ക് സ്ഥലം മാറ്റുമ്പോഴേക്കും അതിനൊക്കെ ഒരു പ്രഷറും എന്തായിരിക്കും അവിടുത്തെ ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ നല്ല പേടി ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊരു സമ്മർദ്ദത്തിലെത്തി. അതൊക്കെ ആയിരിക്കും ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണാതാവാനുള്ള ഒരു കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിദേശത്തു നിന്ന് അവധിക്ക് വന്ന ഭാര്യയെ കാണാൻ അവധി ലഭിച്ചില്ല എന്നും കത്തിൽ പറയുന്നു. പോലീസ് ക്യാമ്പിൽ മുബഷീർ അനുഭവിച്ച മാനസിക പീഡനത്തെക്കുറിച്ച് ഷാഹിന വടകര SP പരാതി നൽകിയിട്ടുണ്ട്. വടകര കോട്ടപ്പള്ളി സ്വദേശിയായ മുബഷീറിനെ വൈരാഗ്യബുദ്ധിയോടെ മേലുദ്യോഗസ്ഥർ ദ്രോഹിച്ചെന്നാണ് പരാതി. ഈ ഹസ്ബൻഡ് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്ന 3 ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കെതിരെ അവർ എടുത്തിരിക്കുന്ന ഈ തീരുമാനങ്ങൾ ശരിയാണോ എന്നുള്ള രീതിയിൽ അന്വേഷണങ്ങൾ നടത്തണം. ഇനി അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലത്താണ് ന്യായമെന്നെങ്കിൽ അതിനെതിരെയുള്ള നടപടികൾ എടുക്കണമെന്നും ആണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോഴത്തെ മുബഷീറിനെ കാണാതായതിനെ തുടർന്ന് അരീക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇദ്ദേഹം തമിഴ്നാട്ടിലുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന. സുശാന്ത് വടകരിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.